പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാത നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചുവല്ലോ. ഞങ്ങൾ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു ആരാധനയിൽ പങ്കുചേരുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈ ആരാധനയിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഗായക സംഘത്തോട് ചേർന്ന് പ്രാരംഭഗാനം ആലപിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. രണ്ടാം ഭാഗം. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കന്നയും മോചനവുമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കുവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം
കേട്ടനുസരിച്ചില്ല. ദൈവത്തിന്റെ തകർന്നിരിക്കുന്ന മനസ്സും തകർന്നു മുറുകിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ ഞാൻ സുഖത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. നമുക്ക് ചേർന്ന് ചൊല്ലാം. എന്റെ പാറയും എന്റെ വീടുകാരുമായ യഹോവേ, എന്റെ വായോടും എന്റെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നാം ചെയ്തു പോയ എല്ലാ കുറവുകളെയും ഓർത്ത് ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ, നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ മതിയായവനായ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ കുറവുകളെ ഒരു നിമിഷം മൗനമായി ഏറ്റുചൊല്ലാം. അതിനുശേഷം മൂന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, നിർമ്മമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നെ പുതുക്കണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അനുസരിച്ചുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവ ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശു ക്രിസ്തുവിൻ്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. കർത്താവിനെ സ്തുതിക്കുവീൻ. 100-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് അർപ്പിടുവീൻ. സന്തോഷത്തോടെ യഹോവയെ സേവിക്കുവീൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും
അവന് പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവേൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവേൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയയുള്ളത് അവന്റെ വിശ്വസ്തത തലമുറകളായിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പഴയ നിയമവേദഭാഗം നമുക്ക് വായിക്കുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കാം. ഒന്നാം പാഠം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായത്തിൽ 26 വാക്യം മുതൽ 34 വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവജനം കേൾപ്പി. യെഹെസ്കേൽ പ്രവചനം 36:26 വാക്യം മുതൽ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിൻ്റെ വിളവും വർദ്ധിപ്പിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. നിങ്ങളുടെ നിമിത്തമല്ല ഞാനിത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കട്ടെ എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നടപ്പ് നിമിത്തം ലജ്ജിച്ചു നാണിക്കും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും, ശൂന്യസ്ഥലങ്ങളെയും പണിയും. വഴിപോകുന്ന എവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കും. ദൈവമേ, നിനക്കു സ്തോത്രമുണ്ടാകട്ടെ. സക്കരിയാവിൻ്റെ പാട്ട് നമുക്കെല്ലാവർക്കും വാക്യപ്രതിവാക്യമായി ചേർന്ന് ചൊല്ലാം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പയക്കുന്നവരുടെ അവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ പൗരോഹിത്യം ചെയ്തിരിക്കുന്നത്, നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ മേൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമോട് ചെയ്ത സത്യവും തന്റെ വിശ്വസ്തതയും ഓർത്തുകൊണ്ട് മാറുന്നു. നീയോ പൈതുലേ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആദരയാൽ അവന്റെ ജനത്തെ പാപമോചനത്തിൽ രക്ഷാഭിമാനം കൊടുക്കുവാനായി നിയമമായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം, നമ്മുടെ കാലുകളെ സമാധാനത്തിന്റെ മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രായം തന്നെ. ആമേൻ. ഇന്നത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. ഇന്നത്തേക്കുള്ള സങ്കീർത്തന വേദഭാഗം സങ്കീർത്തനം 29. നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 29. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് മഹത്വം കൊടുപ്പിൻ, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം
ദൈവം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ലെബനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവൻ അവയെ കാളക്കുട്ടിയെ പോലെയും ലെബനോനിലെയും സിരിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെ പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു. യഹോവ കദേശ് മരുവിനെ നടക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളെ തോലുരിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ സകല മഹത്വവും എന്ന് ചൊല്ലുന്നു. യഹോവ ജനപ്രളയത്തിൽ വിതയുന്നു. യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. നമുക്കൊന്നിച്ചു വായിക്കാം. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ലേഖന വേദഭാഗം വായിക്കുന്നത് നമുക്ക് ശ്രദ്ധയോടുകൂടി കേൾക്കാം. Today's reading for the second lesson is taken from Romans chapter 8, verses 18 to 25. Romans chapter 8, verses from 18 to 25. For I consider that the sufferings of this present time are not worthy to be compared with the glory which shall be revealed in us. For the earnest expectation of the creation eagerly waits for the revealing of the sons of God. For the creation was subject to futility, not willingly, but because of him who subjected it in hope. Because the creation itself also will be delivered from the bondage of corruption into the glorious liberty of the children of God. For we know that the whole creation groans and labors with birth pangs together until now. Not only that, but we also have the first fruits of the Spirit, even we ourselves groan within ourselves, eagerly waiting for the adoption, the redemption of our body. For we were saved in this hope, but hope that is seen is not hope. For why does one still hope for what he sees? But if we hope for what we do not see, we eagerly wait for it with perseverance. Here ends the second lesson. Praise be to thee, O Christ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20 അധ്യായം 19 വാക്യം മുതൽ 23 വാക്യം വരെ ശ്രദ്ധയോടുകൂടി കേൾപ്പീൻ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നാം ശ്രവിച്ചത് സുവിശേഷം ആകുന്നു. ദൈവവചന ധ്യാനത്തിന് നമ്മെ തന്നെ ഒരുക്കുവാൻ ഗായക സംഘത്തോട് ഒരുമിച്ച് നമുക്ക് പാടാം.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ വിശുദ്ധ ദിവസം കർത്താവെ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സമയത്ത് കർത്താവെ ഞങ്ങളെ തന്നെ നിൻ്റെ സന്നിധിയിലേക്ക് താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വചനത്തെ നീ ഞങ്ങൾക്ക് നൽകി തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവമേ, ഇന്ന് ഈ സമയത്ത് അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ധ്യാനവും നിനക്ക് പ്രസാദകരമായി തീരണമേ. ഈ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് സഭയായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വിമോചനത്തിനായി ഉള്ള സൃഷ്ടിയുടെ നിലവിളി. വിമോചനത്തിനായി ഉള്ള സൃഷ്ടിയുടെ നിലവിളി. ക്രിയേഷൻ ഗ്രൗണ്ട്സ് ഫോർ ലിബറേഷൻ. ദൈവവചനം നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയൊരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൃഷ്ടി അതിൻ്റെ സകല മഹത്വത്തിലും മനുഷ്യരാശിയോട് പറയുന്നത് നമുക്ക് ഒരു വിടുതൽ ഉണ്ടെന്നുള്ളതാണ്. ആ ഒരു വിടുതൽ ഈ സൃഷ്ടി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഓൾ ലിബറേറ്റഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ഈ സൃഷ്ടി നമ്മളെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വലിയൊരു കാര്യം, നമ്മൾ എല്ലാവരും വിമോചിക്കപ്പെട്ടവരാണ്. ആ വിമോചനം നമുക്ക് കിട്ടുന്നത് ക്രിസ്തുവിൽ കൂടെ ഉള്ള അതാണ്. ഇന്ന് ഈ സഭ ഇതിനെ ചിന്തിക്കുമ്പോൾ ഈ വിമോചന സൃഷ്ടി എന്ന് ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ലോകത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വളരെ വേഗത്തിൽ മാറുന്ന ഒരു ലോകമാണ്. എ ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡ്. അതുമാത്രമല്ല, നമുക്ക് കാണാൻ പറ്റുന്നത് എ സക്സസ് ഓറിയൻറ്റഡ് വേൾഡ്. എപ്പോഴും വിജയിക്കണം എന്ന് പറയുന്ന ഒരു ലോകത്തിന്. അതുമാത്രമല്ല, എപ്പോഴും ലാഭം ഇച്ഛിക്കുന്ന ഒരു ലോകത്താണ്. എ പ്രോഫിറ്റ് ഡ്രിവൻ വേൾഡ്, എ ഫാസ്റ്റ് ഡ്രിവൻ വേൾഡ്, എ സക്സസ് ഡ്രിവൻ വേൾഡ് ആൻഡ് എ പ്രോഫിറ്റ് ഡ്രിവൻ വേൾഡ്. ഈ ഒരു സ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ദൈവം സൃഷ്ടിപ്പിനെ നമുക്കൊന്ന് നോക്കേണ്ട അവസ്ഥ. പോപ്പ് ഫ്രാൻസിസ് ഈയിടെ കഴിഞ്ഞ ഞായറാഴ്ച കത്തോലിക്ക സഭ വത്തിക്കാനിൽ വെച്ച് ഒരു ചെറിയൊരു കഥ പറയുന്നു. ഇങ്ങനെയായിരുന്നു ആ കഥ പറഞ്ഞത്. ഒരു ഫോട്ടോഗ്രാഫർ ഒരു സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ പെട്ടെന്ന് അവൻ്റെ തല പൊക്കി നോക്കിയപ്പോൾ ഈ ചന്ദ്രൻ്റെ പ്രകാശം കൊണ്ട് നല്ല ഒരു വൃക്ഷത്തിൻ്റെ ശിലകളിൽ നിന്ന് നല്ലൊരു തേജസ് അവന് കാണാൻ പറ്റി. പെട്ടെന്ന് അവൻ്റെ കൈകളിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കൈകൾ ഒരു ഫോട്ടോ ക്യാമറ ഇല്ലായിരുന്നു ഇതൊന്ന് ഫോട്ടോ എടുക്കുവാൻ. പെട്ടെന്ന് അവൻ വിഷമിച്ചു. എനിക്ക് ഇങ്ങനത്തെ ഒരു നല്ലൊരു ചിത്രം കിട്ടത്തില്ലല്ലോ. ചന്ദ്രൻ്റെ നല്ല പ്രകാശം ഈ വൃക്ഷത്തിൽ നിന്ന് വരുന്നത് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള സങ്കടത്തിൽ ഇരുന്നു. പെട്ടെന്ന് അയാൾ അടുത്ത ദിവസം അതേ സമയം ആ സ്ഥലത്ത് വന്ന് ആ ശിഖരങ്ങളിലേക്ക് നോക്കിയപ്പോൾ ചന്ദ്രൻ്റെ വലിയൊരു പ്രകാശവും ചന്ദ്രങ്ങളുടെ രശ്മിയിൽ കൂടെ അവൻ കണ്ടത് ഇന്നലെ കണ്ടതുപോലെ തന്നെ ഒരു നല്ലൊരു പിക്ചറായിരുന്നു. അവനത് പെട്ടെന്ന് ക്യാമറ എടുത്ത് അത് ഫോട്ടോ ചെയ്തു. ഈ ചെറിയൊരു കഥ, ഒരു സാധാരണ ഒരു കഥ പറഞ്ഞിട്ട് പോപ്പ് ഫ്രാൻസിസ് 2 കാര്യങ്ങളാണ് വിശ്വാസ സമൂഹത്തോട് ചോദിച്ചത്. ആദ്യത്തേത്, വിൽ ദ ഫാസ്റ്റ് മൂവിങ് വേൾഡ് ഗിവൻ അനദർ ചാൻസ് ടു സക്സീഡ് ആസ് ദ ക്രിയേഷൻ ഡസ്? ഈ വേഗത്തിൽ മാറുന്ന ഈ ലോകത്ത് നമുക്ക് വീണ്ടും ഒരു അവസരം കൂടെ കിട്ടുമോ ജയിക്കുവാൻ വേണ്ടി? രണ്ടാമതായിട്ട് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത്, വിൽ ദ സെക്കൻഡ് സക്സസ് ഡ്രിവൻ വേൾഡ് വുഡ് കോമ്പൻസേറ്റ് ഫോർ അവർ ഫെയിലിയേഴ്സ് ആസ് ദ ക്രിയേഷൻ ഡസ്? നമ്മുടെ തോൽവികളെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഈ ലോകത്തിന് പറ്റുമോ? സൃഷ്ടി നമ്മുടെ തോൽവികളെയും പരാജയങ്ങളെയും കോമ്പൻസേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. ഇതിൻ്റെയൊക്കെയുള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൃഷ്ടിയെ നോക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിലുള്ള പ്രത്യാശയും ദൈവത്തിനുള്ള വിശ്വാസവും അവൻ്റെ സ്നേഹവും കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വിശ്വാസ സമൂഹത്തെ ദൈവവചനത്തിൽ കൂടെ ഓർപ്പിക്കുന്ന ഒരു വലിയൊരു കാര്യം, സൃഷ്ടിയിലേക്ക് നോക്കുക. കം ബാക്ക്
ടു ക്രിയേഷൻ എന്നുള്ള വലിയൊരു ഇതിലാണ്. ആദ്യമായിട്ട് ഇതിന് വേണ്ടി നമ്മൾ ഇന്ന് പഴയ നിയമത്തിൽ നിന്ന് വായിച്ച് എസെക്കിയേൽ പ്രവചനം 36-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ എസെക്കിയേൽ പ്രവാചകൻ വിശ്വാസ സമൂഹത്തെ ഓർപ്പിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെയും ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും എന്നുള്ള വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഗോഡ് ഈസ് എക്യുപ്പിംഗ് us ഫോർ ലിബറേഷൻ. ദൈവം നമ്മളെ ഒരുക്കുന്നത് വിമോചനത്തിന് വേണ്ടിയാണ്, സൃഷ്ടിയുടെ വിമോചനത്തിന് വേണ്ടിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ദൈവം ഒരുക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് വിശുദ്ധ വചനത്തിൽ കൂടെ പ്രവാചകനായ എസെക്കിയേൽ നമ്മൾ ഇത് തന്നെയാണ് ഓർപ്പിക്കുന്നത്. ദൈവം നമ്മുടെ ഉള്ളിൽ പുതിയൊരു ഹൃദയം, പുതിയൊരു ആത്മാവിനെയും നൽകുകയാണ്. അങ്ങനെ നൽകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സൃഷ്ടിതാവിനെയും സൃഷ്ടിയെയും നമുക്കൊരു പുതിയൊരു അനുഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്, നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മുടെ ക്രിയേഷനെയും ആ ക്രിയേറ്ററിനെയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു വിമോചനമുണ്ട്. ഈ ലോകത്തിലെ വേദനകളിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ സൃഷ്ടാവായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മരണത്തിൽ നിന്ന് വരെ ഒരു വിമോചനം നമുക്കുണ്ട്. ഈ ഒരു കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഈ സഭ ഓർപ്പിക്കുന്നത് പോലെ നമുക്ക് ഒരു വിമോചനത്തിന് വേണ്ടിയാണ് നമ്മളെ ദൈവം ഉളവാക്കുന്നത്. God is equipping us for liberation. He is equipping us so that we will be liberated from our pains. We will be liberated from our troubles and we will be liberated from the death. നമ്മുടെ വേദനകളിൽ നിന്ന്, നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന്, നമ്മുടെ മരണത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കും എന്ന് ഉള്ള വലിയൊരു വാഗ്ദാനമാണ് നമുക്ക് വചനത്തിൽ കൂടെ നൽകുന്നത്. അമേരിക്കൻ സിവിൽ വാർ നടന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കൻ സോൾജേഴ്സ് എല്ലാം വളരെ സന്തോഷിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് അബ്രഹാം ലിങ്കൻ ഒരിക്കൽ പോലും അവരുടെ സന്തോഷത്തിൽ പങ്കെടുത്തില്ല. ഒരു ദിവസം രാത്രി മുഴുവൻ അബ്രഹാം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റിന് ഉറക്കമേ കിട്ടിയില്ല. അതിരാവിലെ അവൻ എഴുന്നേറ്റ് അമേരിക്കൻ സോൾജേഴ്സും അമേരിക്കൻ സിവിൽ പീപ്പിൾ മരിച്ച സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് അവൻ കണ്ടത് അമേരിക്കൻ പടയാളികൾ ശവകുടീരങ്ങളാണ്. അതുപോലെ തന്നെ അമേരിക്കൻ സിവിൽ വാറിൽ വീണ അനേകം ആൾക്കാരുടെ ശവകുടീരമാണ്. അത് കണ്ടപ്പോൾ അബ്രഹാം ലിങ്കൻ്റെ മനസ്സ് വേദനിച്ച് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഓർത്തു, ദൈവമേ, എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ കാരണമാണല്ലോ എൻ്റെ ആൾക്കാർ മരിക്കുന്നത് എന്ന്. എന്നിട്ട് അവിടെ മുട്ടുകുത്തി അവൻ കരയുവാൻ തുടങ്ങി. എന്നിട്ട് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അവർ ഹെവൻലി ഫാദർ, എൻ്റെ സ്വർഗസ്ഥ പിതാവേ എന്ന്. പെട്ടെന്ന് അവൻ്റെ കരച്ചിൽ ഇച്ചിരിയും കൂടി. എന്നിട്ട് അബ്രഹാം ലിങ്കൻ പറഞ്ഞു, എൻ്റെ സ്വർഗീയ പിതാവേ, മൈ ഹെവൻലി ഫാദർ. പെട്ടെന്ന് അബ്രഹാം ലിങ്കൻ്റെ മുട്ടുകളിൽ ഒരു നനവ് അനുഭവപ്പെട്ടു. അത് താഴെ കിടന്ന മഞ്ഞിൽ നിന്നായിരുന്നു. പെട്ടെന്ന് ഈ കരഞ്ഞ കണ്ണുകളിൽ നിന്ന് അവൻ്റെ കണ്ണുകളൊന്ന് തുറന്നു. പെട്ടെന്ന് സൂര്യൻ്റെ രശ്മികൾ പെട്ടെന്ന് സെമിട്രിയിലുള്ള അവിടേക്ക് വീണപ്പോൾ അവിടുന്ന് ഒരു റെയിൻബോസ് ഉണ്ടാകാൻ തുടങ്ങി. ചെറിയൊരു പ്രകാശം അബ്രഹാം ലിങ്കന് കാണാൻ പറ്റി. അന്ന് അബ്രഹാം ലിങ്കൻ മനസ്സിലായി, എന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ എൻ്റെ പിതാവായി അംഗീകരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രത്യാശയുണ്ട്, എൻ്റെ ജീവിതത്തിൽ വലിയൊരു വിശ്വാസം എനിക്ക് കഴിവരും. ഏതവസ്ഥയിലും എനിക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുമെന്നുള്ള വലിയൊരു വിശ്വാസം അബ്രഹാം ലിങ്കന് അന്ന് മനസ്സിലായി. അബ്രഹാം ലിങ്കൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, there is hope for human race. There is hope for human race. ഏത് അവസ്ഥയിലും, ഏത് മരണത്തിൻ്റെ അവസ്ഥയിലും, ഏത് വേദനയുടെ അവസ്ഥയിലും, ഏത് കഷ്ടപ്പാടിൻ്റെ അവസ്ഥയിലും there is hope for human race because God is our creator. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടി നമ്മളോട് വിളിച്ചു പറയുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രത്യാശ ഉണ്ടെന്നാണ്. അതുകൊണ്ട്
ഇന്ന് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട, ദൈവം നമ്മുടെ സൃഷ്ടിതാവാണെങ്കിൽ ഈ സൃഷ്ടി നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മൾ വിമോചകരാണ്. വി ആർ ലിബറേറ്റേഴ്സ്. ഗോഡ് ഈസ് എക്വിപ്പിംഗ് അസ് ഫോർ ലിബറേഷൻ. അങ്ങനെ നമ്മൾ ലിബറേറ്റഡ് ആകുമ്പോഴാണ് നമുക്ക് ദൈവം നൽകുന്ന സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് എടുത്തു വെക്കുവാൻ പറ്റുന്നത്. രണ്ടാമതായിട്ട് സൃഷ്ടി നമ്മളെ ഓർപ്പിക്കുന്ന വലിയൊരു കാര്യം, ഗോഡ് ഈസ് എ കമ്മീഷനിങ് ആൻഡ് അസ് ടു ലിബറേറ്റ് ഫോർ ദ ക്രിയേഷൻ. സർവ സൃഷ്ടിയുടെയും വിമോചനത്തിനായുള്ള ഒരു നിയോഗം നമുക്കുണ്ട്. ഗോഡ് ഈസ് കമ്മീഷനിങ് അസ്. ദൈവം നമുക്ക് ഒരു വലിയൊരു ബോധ്യം, ഒരു വലിയൊരു ദൗത്യം നമുക്ക് തരികയാണ്. അതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 21 23 വാക്യങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു വലിയൊരു കാര്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 21 വാക്യങ്ങളിൽ അവിടെ ഒരു വലിയൊരു നിയോഗം ശിഷ്യന്മാർക്ക് കൊടുക്കുക. ആ നിയോഗം തന്നെയാണ് വിശ്വാസ സമൂഹത്തിലെ ഓരോരുത്തർക്കും. അതുപോലെ തന്നെ അതിൻ്റെ 23 വാക്യത്തിൽ അവിടെ വലിയൊരു വാഗ്ദാനം കൂടെയാണ് നൽകുന്നത്. അതുകൊണ്ട് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ഓരോരോ നിയോഗവും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ. അവർ കമ്മീഷനിങ് ഇസ് ടു മേക്ക് അസ് എ ബ്ലെസ്സിങ് ഫോർ അതേഴ്സ്. അതേസമയം അവൻ്റെ വിമോചനം നമുക്ക് എല്ലാവർക്കും അതൊരു അവകാശമാണ്. അത് അവൻ നമുക്ക് തന്നിട്ടുള്ള ഒരു വാഗ്ദാനമാണ്. സൃഷ്ടിയെ നമ്മൾ നോക്കുമ്പോൾ ഇത് തന്നെയാണ്, മനുഷ്യർ ഓരോരോ വിശ്വാസികളെയും ദൈവത്തിനൊരു ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. ദൗത്യമെന്ന നമ്മൾ വിമോചകരാകുവാനുള്ള ദൗത്യമാണ്. അതിനെക്കാട്ടും ഉപരി ദൈവം നമ്മളോട് പറയുന്നത്, നിങ്ങളെ ഒരു വിമോചകരാക്കി തീർക്കും എന്നുള്ള അതാണ് വിശ്വാസ സമൂഹത്തോട് പറയുന്ന ഒരു വലിയൊരു കാര്യം. സൃഷ്ടി നമ്മളെ ഓർപ്പിക്കുന്ന ഒരു വലിയൊരു കാര്യം, ദൈവം നമ്മളോട് വാഗ്ദാനം ചെയ്യുന്ന ഒരു ദൈവമാണ്. God is a promising God so that we would become a liberator. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ അവൻ വിമോചനത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ഈ ഒരു മഹാമാരിയുടെ നടുവിൽ പോലും വിശ്വാസ സമൂഹത്തിന് ദൈവത്തിൻ്റെ നല്ല ഗുണങ്ങളെ ദർശിക്കുവാൻ പറ്റും. ആ നല്ല ഗുണങ്ങളെ ദർശിക്കണമെങ്കിൽ സൃഷ്ടിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. സുനിത വില്യംസിൻ്റെ ഒരു കഥ ഇങ്ങനെ പോകുന്നുണ്ട്. സുനിത വില്യംസ് സ്പേസിൽ പോയ ആദ്യത്തെ ഒരു വനിതയായിരുന്നു. ഇങ്ങനെ അവളെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക, വുമൺ ടു സ്പേസ് ആൻഡ് വുമൺ ഫ്രം സ്പേസ്. ഒരു വനിത സ്പേസിലേക്ക് പോവുകയും അവിടുന്ന് തിരിച്ചു വരികയും ഒരു വനിതയാണ്. അവസാനം ഈ സുനിത വില്യംസ് ഒരിക്കലും ദൈവവിശ്വാസിയല്ലായിരുന്നു. പക്ഷേ സ്പേസിൽ പോയി കഴിഞ്ഞിട്ട് ആംഗ്ലിക്കൻ ചർച്ച് അവൾക്കൊരു സ്വീകരണം കൊടുത്തപ്പോൾ അവൾ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ആ സ്വീകരണം ഏറ്റെടുക്കുകയും ആ ആംഗ്ലിക്കൻ പള്ളിയിലേക്ക് ചെന്നപ്പോൾ സുനിത വില്യംസ് കൊണ്ടുവന്നത് ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു വൃക്ഷത്തെയായിരുന്നു. ചെറിയൊരു വൃക്ഷത്തെ കൊണ്ടുചെന്നു. എന്നിട്ട് സുനിത വില്യംസ് ആ വിശ്വാസ സമൂഹത്തോട് പറഞ്ഞത്, ഐ ഹാവ് സീൻ മെനി അസ്റ്റോണിഷിംഗ് തിങ്സ് ഓഫ് ദ യൂണിവേഴ്സ്, ബട്ട് ഐ ഹാവ് നോട്ട് സീൻ ദ ഗ്രീനിഷ് ആൻഡ് ഗുഡ് തിങ്സ് വിച്ച് ഈസ് ഗിവൺ ബൈ ഗോഡ് ടു ദ ഹ്യൂമൻ വേൾഡ്. ഞാൻ പല കാര്യങ്ങൾ ഈ ഒരു ലോകത്തിൽ ഞാൻ കണ്ടു. ഐ ഹാവ് സീൻ മെനി അസ്റ്റോണിഷിംഗ് തിങ്സ് ഓഫ് ദ യൂണിവേഴ്സ്. ഈ സ്പേസിൽ നടക്കുന്ന പല കാര്യങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ദൈവം നമുക്ക് നൽകുന്ന പച്ചപ്പിനെയും ദൈവിക കൃപയും ഞാൻ അടുത്തു നിന്ന് കണ്ടിട്ടില്ല. ഐ ഹാവ് നോട്ട് സീൻ ദ ഗ്രീനിഷ് ആൻഡ് ദ ഗുഡ് തിങ്സ് ഗിവൺ ഫ്രം ഗോഡ് ടു ദ ഹ്യൂമൻ വേൾഡ്. ഇനിയും ഇതാണ് ഒരു സൃഷ്ടിയുടെ ഒരു മഹത്വം. ആ സൃഷ്ടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ പച്ചപ്പും നമുക്ക് ദർശിക്കുവാൻ നമുക്ക് പറ്റും. അതുകൊണ്ടാണ് ഇന്ന് ഈ സമയത്ത് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത്, നമുക്കൊരു നിയോഗമുണ്ട്, നമുക്കൊരു വിടുതലിൻ്റെ ഒരു നിയോഗമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവനൊരു വാഗ്ദാനം കൂടെ ഇരിക്കുകയാണ്. ആ ഒരു വാഗ്ദാനം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ, ഈ ഒരു വിമോചനം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ, ഏതവസ്ഥയുമായിക്കോട്ടെ അവൻ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള കൃപ നമ്മൾ അനുഭവിക്കും. ഏതൊരു അവസ്ഥയുമായിക്കോട്ടെ, ഏത് വേദനിപ്പിക്കുന്ന അവസ്ഥയായാലും, ഏത് വ്യാകുലത്തിൻ്റെ അവസ്ഥയായാലും, ഏത് പ്രശ്നങ്ങളുടെ അവസ്ഥയായാലും ദൈവം നമ്മളോട് പറയുന്ന ദൈവികമായിട്ടൊരു പച്ചപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ ഇറക്കിത്തരും. അതുകൊണ്ട് ഈ മഹാമാരിയുടെ ഈ നടുവിൽ നിന്നും നമ്മുടെ വിശ്വാസ സമൂഹത്തിനോട് ദൈവവചനം ഓർപ്പിക്കുന്ന സൃഷ്ടിയിലേക്ക് നോക്കുക. സൃഷ്ടിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ പ്രത്യാശയും നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ പകരുവാൻ ഇന്നും നമ്മളെ നിയോഗിച്ചിരിക്കുന്നു.
അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് നമ്മളെ തന്നെ താഴ്ത്താം, സമർപ്പിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ നൽകി തന്ന സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ വചനത്താൽ നീ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ കർത്താവെ, നിൻ്റെ കൃപയും ദൈവത്തിൻ്റെ പച്ചപ്പും കണ്ട് കർത്താവെ, ഞങ്ങളുടെ ഈ വേദനയേറിയ ഈ ലോകത്തിൽ കർത്താവെ ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചു കൊള്ളണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഈ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ ഉൽപ്പാദിക്കപ്പെട്ടു, ജനിച്ചു, പിലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചിരുന്നു, പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് ഇറങ്ങി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൽ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും വിശുദ്ധമായ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പ്രധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടിയവർ ഷീബ കുര്യൻ, കുര്യൻ ജോർജ്, പോത്തൻ ജോൺ, ആലീസ് റോഷൻ ജേക്കബ്, ആലീസ് പൊന്നൂസ്, നവനീത് ജോർജ് തോമസ്, ജറൂഷ, സാറ ചാണ്ടി, റോഷ്നി സണ്ണി, അച്ചാമ്മ ദേവരാജ്, എലിസബത്ത് മാത്യു, സാറ വീഡി, രാഹുൽ രഞ്ജിത്ത്, അന്ന മാത്യു, കാതറിൻ മേഴ്സി ബാബു, ജോസഫ് ജോർജ്, ഡെയ്നി എബി, ജോൺ നൈനാൻ, ആർദ്ര കുര്യൻ, ജോർജ് ജോസഫ്, പി സി തോമസ്, ദിയ മോൾ, ബിന്ദു കെ ജോൺ, എൻ ഡി ദാനിയൽ, ദാനിയൽ സാമുവൽ ജോർജ്, അങ്കിത ആൻഡ് മാത്യു, സോണിയ ആനീസ് ടൈറ്റസ്, ജോർജ് അലക്സാണ്ടർ, ആനന്ദ് മനോഹരൻ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ എഡ്വിൻ കെ ബിജു, മാത്തുള്ള ഐസക്, ജസ്ന ജോസഫ്, ലാലി എബ്രഹാം, നവീൻ കുരുവിള മാമൻ, അനീഷ എബ്രഹാം. വിവാഹ വാർഷികം മിസ്റ്റർ ജെറി ജോർജ് ആൻഡ് മിസ്സിസ് ഷീല ജെറി, അഡ്വക്കേറ്റ് എബ്രഹാം ജോൺ ആൻഡ് മിസ്സിസ് ലാലി എബ്രഹാം, അഡ്വക്കേറ്റ് മാത്യു എം നൈനാൻ ആൻഡ് മിസ്സിസ് ഏലിയാമ്മ മാത്യു, മിസ്റ്റർ ഡേവിഡ് എസ് ജോബ് ആൻഡ് മിസ്സിസ് എലിസബത്ത് ഡേവിഡ്, റെവറൻഡ് തോമസ് ജേക്കബ് ആൻഡ് മിസ്സിസ് സിബിൽ തോമസ്, മിസ്റ്റർ ബാബു ഐസക് ആൻഡ് മിസ്സിസ് ജീന ജേക്കബ്, മിസ്റ്റർ ജോർജ് വർഗീസ് അമ്പാട്ട് ആൻഡ് മിസ്സിസ് ആനി ജോർജ്. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ മിസ്റ്റർ ജോൺസൺ കെ എസ് ആൻഡ് മിസ്സിസ് ബെസി ജോൺസൺ, മിസ്റ്റർ ജോർജ് വെസ്ലി ഇ എച്ച് ആൻഡ് മിസ്സിസ് ജെസ്ലി കെ സി, മിസ്റ്റർ ബെൻ റോസ് പ്രസാദ് ആൻഡ് മിസ്സിസ് ഷീബ സാറ ജോർജ്. വ്യത്യസ്തമായ നന്മകൾ പ്രാപിച്ചവർക്കും ആഗ്രഹിക്കുന്നവർക്കും ദൈവസന്നിധിയിൽ ജന്മദിന വിവാഹ വാർഷിക പ്രത്യേക നന്മകളെ ഓർത്ത് തലകളെ വണക്കാം. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും.
ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? ദൈവമേ, നിനക്ക് നേർച്ചകൾക്ക് ഞാൻ കടംപെട്ടിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ദേവാലയത്തിൽ എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ജന്മദിനവും വിവാഹവാർഷികവും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പുതിയ വർഷം കർത്താവേ അനുഗ്രഹമുള്ളതായി തീരുവാനിടയാക്കണമേ. ആയുസ്സും ആരോഗ്യവും ദൈവകൃപയുമായി അങ്ങ് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹവാർഷികത്തിലും നിത്യമായ വിശ്വസ്തതയും അറ്റുപോകാത്ത സ്നേഹവും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം, മനസ്സുകളെ ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടത്തിനെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷകൾക്കാതെ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തിനു വേണ്ടിയുള്ള അപേക്ഷ. ദൈവമേ, സകല വിശുദ്ധ ആഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങളിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ ആയുഷ്കാലം കഴിക്കുവാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോടപേക്ഷിക്കുന്നു. ദൈവ സന്നിധിയിൽ നമ്മെ തന്നെ പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ ലോകം കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങൾ, അനേകം ആളുകൾ പകർച്ചവ്യാധിയുടേതായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ ദിനരാത്രങ്ങളിൽ അവരോരോരുത്തരെയും ദൈവസന്നിധി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഭാരങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ നൊമ്പരങ്ങൾ എല്ലാം ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗഭാരത്താൽ കഴിയുന്ന ഓരോരുത്തരെയും നമുക്ക് ദൈവസന്നിധിയിൽ പരമേൽപ്പിക്കാം. അവരൊറ്റവരെയും ഉടവരെയും നമുക്ക് ഓർക്കാം. അവരനുഭവിക്കുന്നതായ മാനസികമായ സമ്മർദ്ദങ്ങളെ നമുക്ക് ഓർക്കാം. അവരെ പരിശോധിക്കുന്ന ഡോക്ടർമാർക്കായി, അവരെ പരിചരിക്കുന്ന നഴ്സുമാർക്കായി, അവർക്ക് വൈദ്യസഹായം എത്തിക്കുന്ന എല്ലാവർക്കായും, അവർക്ക് അത്യാവശ്യമായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്ന എല്ലാവർക്കായും, അതിൻ്റെയൊക്കെയും മുഴുവൻ ക്രമീകരണങ്ങളും നടത്തുന്ന സംസ്ഥാനത്തിൻ്റെ സർക്കാരുകൾക്കായും രാജ്യത്തിൻ്റെ ഭരണകൂടങ്ങൾക്കായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അനേക രാജ്യങ്ങളിൽ നിന്ന് പകർച്ചവ്യാധിയുടെ അനുഭവങ്ങൾ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ദേശങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ ശാന്തത ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടമ്പെട്ടിരിക്കുന്നു, എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം. ആവശ്യഭാരങ്ങളിൽ കഴിയുന്നവരെ ദൈവസന്നിധി സമർപ്പിക്കാം. പ്രത്യേകിച്ചും ക്രൈസ്റ്റ് ചർച്ച് കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങളെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. കുഞ്ഞു പൈതങ്ങൾ മുതൽ വാർദ്ധക്യം വരെയുള്ള എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കാം. പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കേണ്ട ഈ സമയത്ത് സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോകുവാൻ കഴിയുന്നില്ലെങ്കിലും അവർ ഭവനങ്ങളിലിരുന്നു കൊണ്ട് പഠനം നടത്തുമ്പോൾ അവരുടെ എല്ലാ ക്രമീകരണങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്കായി, അധ്യാപകർക്കായി, മറ്റെല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യൗവന പ്രായത്തിലൂടെ കടന്നു പോകുന്നവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ മാതാപിതാക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലുള്ളവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹത്താലും മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും വാത്സല്യത്താലും അവരെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ നമുക്ക് ഓർക്കാം. അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, എല്ലാ ജോലിക്കാരെയും, അതിനുവേണ്ടി ഇതുവരെയും സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, ഇനി കരുതുവാനുള്ള കുടുംബങ്ങളെയും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പാസ്റ്റേറ്റ് കമ്മിറ്റിക്കായിട്ടും മഹാടവ കൗൺസിൽ അംഗങ്ങൾക്കായിട്ടും ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തും ദേവാലയത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് അവർ ചെയ്യുന്ന അധ്വാനങ്ങളെ ഓർക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും നമുക്ക് ഓർക്കാം. അവർ ഈ ഒരു ക്രമീകരണത്തിനായി യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു നടത്തിപ്പ് അവരുടെ ജീവിതത്തിന്മേൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ അധ്വാനത്തെ ദൈവം മാനിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയവുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിച്ചതിന് ശേഷം പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സർവ്വകരുണയുടെയും പിതാവേ, അയോഗ്യരായ അടിയരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകലനന്മയ്ക്കായിട്ടും ആരാധനയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിലയും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകലങ്ങൾക്ക് വേണ്ടിയും എല്ലാവരും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിനക്ക് ലഭിച്ചുകൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന് പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുമായി മൂടാതെ അങ്ങനെയുള്ളവരായി തീരേണ്ടതിന് നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ ആളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെ അതിനുകൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സഹകരണയെ വിളിച്ചെടുക്കനായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിനക്കും പരിശുദ്ധാത്മാവും സർവ്വബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. തുടർന്ന് ഉള്ള പ്രാർത്ഥനയ്ക്ക് മുൻപായുള്ള ഗാനം ഈ സമയത്ത് ഗായക സംഘം പാടുന്നതായിരിക്കും.
പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷയും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകും വണ്ണം നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിൻ്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരികയും അവനോടുകൂടെ സകലവും ഞങ്ങൾക്ക് വേണ്ടി സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്പിതാവേ, ഞങ്ങൾ തിരുമുൻപാകെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന എല്ലാ ഞങ്ങളുടെ കാഴ്ചകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ആത്മാവ് കൊണ്ടും നിന്നെ സത്യമായും സ്വതന്ത്രമായും സേവിക്കുകയും നിന്റെ സേവയിൽ ഞങ്ങളുടെ പൂർണ്ണ സന്തോഷവും ആനന്ദവും കണ്ടെത്തുകയും ചെയ്യേണ്ടതിന് ഈ ഞങ്ങളുടെ ശരീരങ്ങളോടുകൂടെ നിന്നെ കേൾപ്പിച്ചു തരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടി കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിപ്പീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖമേൽ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ആമേൻ, ആമേൻ, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാത നിമിഷത്തിലും ഭവനങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ ചെയ്തു. ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ഭവനങ്ങളിൽ ആരാധന എത്തിക്കുന്നതിനുള്ള വീഡിയോ ക്രമീകരിച്ച എല്ലാ വ്യക്തികളോടുമുള്ള സ്നേഹവും നന്ദിയും ഇടവകയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ദേവാലയത്തോട് അറിയിക്കുവാനുള്ള കാര്യങ്ങൾ: ആലുവയിലുള്ള CSI കരുണാലയം റെസിഡൻഷ്യൽ സ്പെഷ്യൽ സ്കൂളിൽ ഒരു വൊക്കേഷണൽ ട്രെയിനറിൻ്റെ ഒഴിവ് ഉണ്ട്. ഡിപ്ലോമ ഇൻ വൊക്കേഷണൽ എഡ്യൂക്കേഷനുള്ള സഭാമക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൊച്ചിൻ മഹായിടവകയുടെ കീഴിലുള്ള CMS LP സ്കൂളിൽ അധ്യാപകരുടെ ഒഴിവുകൾ വന്നിരിക്കുന്നു. TTC, കേട്ടഡ് കാറ്റഗറി 1 എന്നീ യോഗ്യതകളുള്ള സഭാമക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രസ്തുത ഒഴിവുകളിലേക്ക് ജൂൺ മാസം 30-ാം തീയതിക്ക് മുൻപായി കൊച്ചിൻ കോർപ്പറേറ്റ് മാനേജറുടെ പക്കൽ നിങ്ങളുടെ അപേക്ഷകൾ എത്തിക്കേണ്ടതാണ് എന്ന് ഓർപ്പിക്കുന്നു. വിവാഹ വിളിച്ചു ചൊല്ല്: CSI ക്രൈസ്റ്റ് ചർച്ച് സഭാംഗമായ KS ജെയിംസിൻ്റെയും EC സെലീനാമ്മയുടെയും മകൾ ഹണി ജെയിംസും, CSI സെയിൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് തൃപ്പൂണിത്തറ സഭാംഗമായ മാത്യു വർഗീസിൻ്റെയും സ്വശാമ മാത്യുവിൻ്റെയും മകൻ വർഗീസ് മാത്യുവും തമ്മിലുള്ള വിവാഹം 2020 ജൂൺ മാസം 29-ാം തീയതി
CSI സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് തൃപ്പൂണിത്തറ ദേവാലയത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവർ തമ്മിൽ വിവാഹിതരാകുന്നതിൽ ന്യായമായ തടസ്സങ്ങളുണ്ടെന്ന് ഏതെങ്കിലും അറിയുന്നതായാൽ ആയതിനെ രേഖാമൂലം ഇടവകപ്പട്ടക്കാരനെ അറിയിക്കേണ്ടതാണ്. ഇത് 1ാമത് പ്രാവശ്യം പ്രസിദ്ധം ചെയ്തുകൊള്ളുന്നു. തലകളെ വണക്കാം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന ഹണിക്ക് വേണ്ടിയും വർഗീസ് മാത്യുവിന് വേണ്ടിയും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവേ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണയെ നൽകുമെന്ന് വേദപുസ്തകം ഞങ്ങളോട് പറയുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹണിക്കായിട്ടും കർത്താവേ വർഗീസ് മാത്യുവിനായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജൂൺ മാസം 29-ാം തീയതി അവരുടെ വിവാഹം ആശീർവദിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നടത്തിപ്പ് കൂടെയിരിക്കണമേ. ഈ ദിവസങ്ങളിൽ അവിടുത്തെ എല്ലാ കൃപ കൊണ്ടും അവരെ 2 ഭവനങ്ങളെയും നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ആരാധനയ്ക്ക് അവസാനമായി സമാപന ഗാനം ഗായകസംഘം ആലപിക്കുമ്പോൾ നമുക്കും ഗായകസംഘത്തോട് ചേർന്ന് ഒരുമിച്ച് പാടാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടുകൂടി നമ്മുടെ ഭവനങ്ങളിൽ ആയിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ.